ഞാൻ പറഞ്ഞില്ല അവിടെ തന്നെ വെക്കുള്ളൂ. അത് നിങ്ങൾ ഭർത്താവ് തന്നെ എന്തായാലും ഭർത്താവിന് അവളെന്നെ ചതിക്കരുതല്ലേ. പിന്നെ നല്ലൊരു ശരീരം കൊണ്ട് നിങ്ങൾ കളഞ്ഞു. ചതിച്ചൊന്നും അല്ലത്, അത് അവളുടെ സ്നേഹം എന്റെ മനസ്സിലുണ്ട്. പക്ഷെ നീ എന്തോ ഇത് കാണിച്ചിട്ട് അവളെ മയക്കെടുത്ത. അല്ല അങ്ങനെ വരികയല്ല. കരയുന്നുണ്ടോ? ഇത് കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. ഒന്നുകൂടെ പോയി ഞാൻ കെട്ടിയേനെ അവളെ, ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ. ഇച്ചാനെ പറ്റിയിട്ട് ഓർക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിലില്ല ഇച്ചായ. സന്ധ്യയോട് ഞാൻ ഇച്ചാനെ ചതിച്ചിട്ടില്ല. ആ കിടക്കണ ജോസില്ല, അവനൊറ്റൊരുത്തന ഇതിനൊക്കെ കാരണം. എന്നെ കണ്ണും കയ്യും കാണിച്ച് മയക്കിയതായി ഇച്ചായ, അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ മയക്കെന്നാ പറയുന്നത്. ഞാനതല്ലേ ആദ്യം പറഞ്ഞു. അവളാണ് എന്നെ മയക്കുന്നത്. പിന്നെ ഇപ്പൊ അവള് പറഞ്ഞു കേട്ടില്ല അവിടെ വായിന്ന് തന്നെ. പാവ നിഷ്കളങ്ക. ഞാൻ വെറുതെ ഒരുപാട് സംശയിച്ചവളെ. ഇച്ചാൻ അറിയോ, ഞാൻ ആ ജോസിനെ ഒഴിവാക്കാൻ നോക്കിയതാ. ഇച്ചാൻ എന്തിനാ ആ ചോറ് തട്ടിപ്പറിച്ച് തിന്നത്? എന്തോ ഈ ഒറ്റയൊരുത്തനാടാ എന്നെ ഇതിന്റെ അകത്ത് കൊണ്ട് ഇട്ടത്. മതിയായി ഇച്ചായ, ഇച്ചാനില്ലാത്ത ലോകത്ത് എനിക്കിനി ജീവിക്കണ്ട ഇച്ചായ. സഹിക്ക് മോളെ, എല്ലാം സഹിക്ക്. ഇച്ചായൻ ആവിയായി പോയില്ല, ഇനി പറഞ്ഞിട്ട് കഥയുണ്ടോ? പക്ഷെ ഞാൻ ജീവനോടുണ്ടായിരുന്നു, ഞാൻ കിട്ടിയത്. പിന്നെ ഇവിടെ എടുത്തോണ്ട് പോവാണോ? അതിനത് അത് കണ്ട എന്നോട് പൊറുക്കണ ജോസേട്ടാ. ചതിച്ചിട്ടില്ല. ചേടിക്ക് പ്ലേറ്റ് ഒക്കെ മാറ്റിയല്ലോ ജോസേട്ടാ. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചാവാൻ പോയതല്ലേ, ആ കാലമാണെന്നല്ലേ ചോറ് വാരുത്തുന്നത്. ഇവളെ ഇന്ന് കൊന്നോട്ടേ. എന്നോട് ക്ഷമിക്കണം ജോസേട്ടാ. ജോസേട്ടാ, ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല. എന്റെ അച്ഛനും ഇച്ചായന്റെ അച്ഛനും കൂടി കുറച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അത് തീർക്കാൻ എന്റെ അപ്പച്ചന് പറ്റിയില്ല. അത് കാരണം എന്റെ തലയെ കെട്ടിവെച്ച് കൊടുത്തതാ. തന്നെ തലയെ കെട്ടി വെച്ച് തലക്കെട്ടുണ്ട്. അല്ലാതെ എന്നെ പോലത്തെ ഇത്ര സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ് അങ്ങനെ കെട്ടുവോ? പറ ജോസേട്ടാ, പറ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കേട്ടോ അവിടെ പൂ പിന്നെ എടുത്ത് ഇനി ആളുണ്ടോ? അടുത്തൊക്കെ വരുമോ? എന്നെ അറിയത്തൊന്നുമില്ല. പിന്നെ വെക്കുന്നു. ഇനി ഞാൻ രണ്ടുപേരായിട്ടും കൂടി ഒരു കാര്യം പറയുക. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് മതിയായി. അത് കാരണം ഞാനിപ്പോ ഒരാളുമായിട്ട് സ്നേഹത്തിലാണ്. അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച്. രണ്ടുപേരും കേൾക്കുന്നുണ്ടല്ലോ? നിങ്ങൾ രണ്ടുപേരും എന്നെ അനുഗ്രഹിക്കണം. ഞാൻ കെട്ടാൻ പോണ ആളെ എന്റെ കൂടെ വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? വിളിക്കട്ടെ ഇച്ചായ? ജോസേട്ടാ. സെബിച്ചായ, വാ. ഇതാരാ? എവനാ? അയ്യേ, വേറെ ആരും കിട്ടിയില്ലോ. ഏതാണ്ട് കീ കൊടുത്ത പാവല്ലേ. അനുഗ്രഹം മേടിച്ചു. ഇതാരാ? ഇത് എന്റെ അപ്പച്ചൻ. ഞാനോ? അപ്പച്ചനാ എന്നെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടറാക്കിയത്. ഡോക്ടറാ ഇവളാ? എവിടെന്ന്? 10ാം ക്ലാസ് തോറ്റിട്ട് അണ്ടിക്കമ്പനി ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ ഇവളെ കെട്ടിയത്. ഒരാളും കൂടെ ഉണ്ട്. ഒരാളും കൂടെ ഉണ്ടോ? ഇതാരാ? ഇത് എന്റെ വല്യപ്പച്ചൻ.